ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദൈവജനം കിഴക്കിന് അഭിമുഖം. വൈദികൻ തലതിരിഞ്ഞ്. വൈദികരുടെ നേതാക്കന്മാരും തലതിരിഞ്ഞ്. ഈ ദിവസങ്ങളിലെല്ലാം എറണാകുളത്തുനിന്ന് വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ദൈവം എല്ലായിടത്തുമില്ലേ? കിഴക്ക് മാത്രമല്ലല്ലോ. ശാസ്ത്രം ഇത്രനാൾ വികസിച്ചിട്ട് എന്താണ് അച്ഛൻ ഇപ്പോഴും ഈ കിഴക്കോട്ട് നോക്കണം എന്ന് പറയുന്നത്? അങ്ങോട്ട് തിരിഞ്ഞാലേ ദൈവത്തെ കാണുമെന്ന് അച്ഛൻ പഠിപ്പിക്കുന്നത് തല്ലുണ്ടാക്കാൻ വേണ്ടിയല്ലേ? അച്ഛന്റെ സ്വാർത്ഥതയല്ലേ? കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, എന്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാൻ ഉണ്ടാകുമെന്ന്? പിന്നെ ആദിമസഭയില് വട്ടം കൂടിയിരുന്നല്ലേ അപ്പം മുറിച്ചിരുന്നത്? ഞങ്ങൾക്ക് എറണാകുളത്ത് അത് മതി. ആധുനിക കാലത്തിന് ചേരുന്നത് അതാണ്. ഈ തരത്തിലുള്ള ഈ തെറ്റായ പ്രബോധനങ്ങൾ പിന്നെയും വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവം എല്ലായിടത്തുമുണ്ട്, ഒരു സംശയവുമില്ല. ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന സന്ദേശം പോലും ക്രിസ്തുമതമാണ് സാർവത്രികമാക്കിയത്. അതിനു മുമ്പ് ഓരോ ദേശത്തിന്റെ ദേവനായിട്ടാണ് പലരും കണക്കാക്കിയിരുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന സാർവത്രിക ആ അറിവ് സാർവലൗകികമാക്കിയത്, സാർവജനീനമാക്കിയത് ക്രിസ്തുധർമ്മം തന്നെയാണ്. പക്ഷേ എല്ലായിടത്തുമുള്ള ദൈവത്തെ കാണാൻ വേണ്ടിയാണോ നമ്മൾ പള്ളിയിൽ വരുന്നത്? പള്ളി വരേണ്ട കാര്യമുണ്ടോ? ദൈവലത്ത് വരേണ്ട കാര്യമുണ്ടോ? ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ. അപ്പൊ എല്ലായിടത്തുമുള്ള ദൈവത്തെ ആരാധിക്കാനല്ല നാം ക്രിസ്തീയ ദേവാലയത്തിൽ വരുന്നത്. പ്രത്യുത ഏകസത്യ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പാർത്തു. അതൊരു സ്ഥലത്താണ്, അതൊരു സമയത്താണ്. ഒരു സമയം, ഒരു സ്ഥലം. ആ സ്ഥലത്ത് അവൻ ജനിച്ചു. ജനിച്ചത് നസ്രത്തില്, ജനിച്ചത് ബെത്ലഹേമില്. നസ്രത്തിൽ വെച്ച് മംഗളവാർത്ത സ്വീകരിച്ചു മറിയം. ബെത്ലഹേമിൽ ജനിച്ചു. ബെത്ലഹേമിന്റെ കുറച്ചും കൂടി ഇപ്പുറത്തായിട്ട് ജെറൂസലേമിൽ അവൻ മരിച്ചു. അവിടെ തന്നെ ഉയർത്തെഴുന്നേറ്റു. ഈ മനുഷ്യാവതാരം, ആ മനുഷ്യാവതാരത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുമാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത്. എല്ലായിടത്തുമുള്ള ദൈവത്തിലല്ല ക്രിസ്തുധർമ്മം ഉണ്ടായത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പാർത്തു, അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു. ആ സംഭവത്തിനാണ് ക്രിസ്തു സംഭവം എന്ന് പറയണേ. അതൊരു സ്ഥലത്താണ്, ഒരു സമയത്താണ്, ചരിത്രത്തിന്റെ ഉള്ളിലാണ്. ആ സംഭവത്തിലാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത്. എല്ലായിടത്തും ദൈവം ഉണ്ടെങ്കിൽ അത് എല്ലാ മതങ്ങളിലും അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാകാം. സാർവത്രികമാക്കിയത് ക്രിസ്ത്യാനികളാണെങ്കിലും ഇപ്പൊ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നുണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന്. അങ്ങനെയുള്ളൊരു അമൂർത്തമായ ദൈവത്തെ ആരാധിക്കാനല്ല നമ്മൾ ദേവാലയത്തിൽ വരുന്നത്. മറിച്ച് ഏകസത്യ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് പാർത്തു, ഒരു സ്ഥലത്ത്, ഒരു സമയത്ത്. അവൻ അവിടെ മരിച്ചു, അവിടെ തന്നെ ഉയർത്തു. തന്റെ മരണത്തിന്റെ ഓർമ്മ ആചരിക്കാനും പിന്നെ തന്റെ മനുഷ്യാവതാരം അവന്റെ 2ാമത്തെ ആഗമനം വരെ നൈരന്തര്യമാക്കാൻ, പെർപ്പച്വേറ്റ് ചെയ്യാനും അവൻ കുർബാന സ്ഥാപിച്ചു. എന്താണ് ഈ മനുഷ്യാവതാരം പെർപ്പച്വേറ്റ് ചെയ്യാൻ, നൈരന്തര്യമാക്കാന്ന് പറഞ്ഞാല്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഒന്നുകൂടി പറയാം. ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണല്ലോ. നിങ്ങൾ അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർത്തു. ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ നോക്കിയാൽ, ഒന്ന് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം വായി. ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു, ഞങ്ങൾ കാതുകൾ കൊണ്ട് കേട്ടു, ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചു, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അപ്പൊ അവർക്ക് കാണാനും സ്പർശിക്കാനും കേൾക്കാനൊക്കെ നേരിട്ട് കഴിഞ്ഞു. പക്ഷെ യേശുവിനെ കാണുമ്പോൾ അവൻ ദൈവമാണെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ? നോക്കുമ്പോൾ സാധാരണ മനുഷ്യൻ, പക്ഷെ ദൈവമാണവൻ. ഇതാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പാർക്കുകയാണ്. അത് മഹാസംഭവമാണ്. സൃഷ്ടികർമ്മത്തെക്കാൾ വലിയ സംഭവമാണത്. അന്ന് അവർക്കത് കാണാനും തൊടാനൊക്കെ പറ്റി. അത് ആ തലമുറയ്ക്ക് മാത്രം മതിയോ? പോരാ. സകല തലമുറകൾക്കും വേണം 2ാമത്തെ ആഗമനം വരെ. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പാർത്തവൻ, മരിച്ച് ഉത്ഥാനം ചെയ്തവൻ, തന്നെ ദൈവം മനുഷ്യനായതുപോലെ ആ ദൈവവും മനുഷ്യനുമായവൻ ഒരു അപ്പമായി മാറി. അതാണ് വിശുദ്ധ കുർബാന. നമ്മൾ കുർബാന നോക്കുമ്പോൾ ഒരു അപ്പമാണ്. അന്ന് യേശുവിനെ നോക്കുമ്പോൾ അവൻ മനുഷ്യനാണ്, പക്ഷെ ദൈവമാണ്. ഇപ്പൊ നമ്മൾ അപ്പം നോക്കുമ്പോൾ വെറും അപ്പമാണ്, അപ്പമാണ്, പക്ഷെ അത് ഉത്ഥിതനായ ക്രിസ്തുവാണ്. ഭൂമിയിൽ പാർത്തവൻ ഉത്ഥാനം ചെയ്തു, അവൻ തന്നെയാണ് ഇത്. കാണുമ്പോൾ ഓസ്തിയാണ്, പക്ഷെ അത് ക്രിസ്തുവാണ്.
അന്ന് കാണുമ്പോൾ യേശുവിനെ നോക്കുമ്പോൾ തൊടുമ്പോൾ അവൻ മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവമാണ്. ഇതാണ് ഈ പറഞ്ഞ മനുഷ്യാവതാരത്തിന് അന്നുണ്ടായ മനുഷ്യാവതാരം ലോകാവസാനം വരെ നൈരന്തര്യമാക്കാൻ വേണ്ടി അവൻ കുർബാന സ്ഥാപിച്ചു. അപ്പൊ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും ലോകം ഒരുപോലെയാണെന്ന് പലരും പറയും. ഒരുപോലെയല്ല. ചുരുങ്ങിയ പക്ഷം കത്തോലിക്കരെ നോക്കുക. അവര് കർത്താവിനെ സ്വീകരിക്കുന്നു. ആ കർത്താവ് ഹൃദയത്തിലേക്കല്ല ഉദരത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ശരീരവുമായിട്ട്, നമ്മുടെ ശരീരവും രക്തവുമായിട്ട് അവൻ ഒന്നാകുന്നു. അപ്പൊ ക്രിസ്ത്യാനികളെല്ലാം ദൈവമായിട്ട് മൂർത്തമായ രീതിയിൽ ശരീരവും രക്തവുമായിട്ട് ഒന്നായവരാണ്. അങ്ങനെ 140 കോടി കത്തോലിക്കരുണ്ട്, 240 കോടി മറ്റോ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ലോകം ഒരുപോലെ. അപ്പോ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ ആചരിക്കാനും മനുഷ്യാവതാരം നൈരന്തര്യമാക്കാനും വേണ്ടിയാണ് കുർബാന സ്ഥാപിച്ചത്. ആ കുർബാന അർപ്പിക്കാൻ നമ്മൾ ദേവാലയത്തിൽ പോകണേ, അല്ലാതെ എല്ലായിടത്തുമുള്ള ദൈവത്തെ കാണാനല്ല. 2, ആദിമസഭയില് വട്ടം കൂടിയിരുന്ന് അപ്പം മുറിച്ചു. അതെവിടെയത്? ഞാനൊരു തിരുവചനത്തിലും കണ്ടില്ലല്ലോ. അപ്പം മുറിച്ചത് ഇങ്ങനെ ആദിമത്തിൽ വട്ടം കൂടിയിരുന്നാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എന്നിട്ട് എറണാകുളത്ത് നിങ്ങൾ വട്ടം കൂടിയിരുന്നാണോ കുർബാന ചൊല്ലുന്നത്, അപ്പം മുറിക്കുന്നത്? ഈ അപ്പം മുറിക്കൽ എന്താണെന്ന് പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നത് 1 കൊരിന്തോസ് 11:23 മുതലുള്ള വാക്യങ്ങളിൽ, 11 അധ്യായം 23 മുതൽ. എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, ഒരു വാക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല അതിനകത്ത്. കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ, രണ്ടാമത്തെ വരവ് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ മരണം പ്രഖ്യാപിക്കുന്നു. നമ്മൾ കുർബാനയില് ചെയ്യുന്നത് അവന്റെ മരണമാണ്. ദിവ്യ ബലി നമ്മൾ പറയണേ, ക്രിസ്തുവിന്റെ കുരിശിലെ ബലി. അത് അർപ്പിക്കാൻ പറഞ്ഞത് അന്ത്യത്താഴത്തിലാണ്, പക്ഷെ അന്ത്യത്താഴം ആവർത്തിക്കാനല്ല പറഞ്ഞത്, അവന്റെ മരണം പ്രഖ്യാപിക്കാനാ. അവന്റെ മരണം എങ്ങനെയായിരുന്നു? ലൂക്കാസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ പറയാണ്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പുത്രൻ പിതാവിനെ വിളിച്ചാണ് പറയുന്നത്, പിതാവേ. ജനങ്ങളെ മുഖത്തൊക്കെ പറയണേ പിതാവേ എന്നല്ലേ? പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ചില സമയത്തൊക്കെ ജനങ്ങളിലേക്ക് തിരിയുന്നുണ്ട് കർത്താവ്, അത് നമ്മൾ കുർബാനയിൽ പലപ്പോഴും തിരിയുന്നത്. പക്ഷേ പിതാവിങ്കിലേക്ക് നോക്കിയിട്ടാണ് ബലി. പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. പുത്രൻ തമ്പരൻ പിതാവിനെ നോക്കിയാണ് ബലി അർപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:1. ഇത്രയും സംസാരിച്ചതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, അങ്ങയുടെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തണതിന് അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പിതാവേ എന്ന് വിളിക്കണേ? ദൈവം എല്ലായിടത്തും ഇല്ലേ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി, കണ്ണുകൾ ഉയർത്തി, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയതാണ്. കണ്ണുകൾ ഉയർത്തി. യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പുത്രൻ തമ്പുരാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ. അപ്പൊ ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ കർത്താവ് എന്തിനാണ്, പുത്രൻ തമ്പുരാൻ എന്തിനാണ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവേ എന്ന് പറയണേ? ഇതൊക്കെ നമ്മുടെ ബൈബിളിലുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അച്ഛന് ബുദ്ധി ഉണ്ടെന്നാ പലരും പറഞ്ഞത്. ബുദ്ധിയല്ല പ്രശ്നം, താല്പര്യം. ഇനി 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നിട്ട് അവരുടെ ഇടയിൽ ഞാൻ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ എവിടെ പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 18 അധ്യായം. നിങ്ങൾ ആ ഏത് വൈദികനോട് ചോദിച്ചു നോക്കിയോളൂ. ആ അധ്യായത്തെക്കുറിച്ച് പറയുന്നത് സഭയെ സംബന്ധിച്ച പ്രഭാഷണം എന്നാണ്. അത് ആരോടാണ് പറയുന്നത്? നിങ്ങൾ ഈ ശിശുക്കളിൽ ആരെയും നിങ്ങൾ ഇടർത്തി നൽകരുത്. നേതാക്കന്മാരുടെ പറയുന്നത്. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ സഭയിൽ അംഗങ്ങൾക്ക് ഇടർച്ച കൊടുക്കരുതെന്നാണ് നേതാക്കന്മാരുടെ, മെത്രാന്മാരുടെ പറയണേ. ഇപ്പോഴുള്ള മെത്രാന്മാരൊക്കെ ഇടർച്ച കൊടുക്കുന്നത് കൊണ്ട് ആ തിരുവചനം വളരെ കറക്റ്റാണ്. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് പോലും ഇടർച്ച കൊടുക്കരുത്. ചെറിയവരെന്ന് പറയുന്നത് സഭയിൽ അംഗങ്ങളാണ്. നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ അധ്യായം മുഴുവൻ. മെത്രാന്മാരെ അഭിസംബോധന ചെയ്തിട്ട്, അതായത് സഭയിൽ എങ്ങനെ ഭരണം നടത്തണമെന്നാണ്.
സഭയിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ച്, സഭയുടെ ഭരണത്തെ സംബന്ധിച്ചാണ് 18-ാം അധ്യായം. അതിലാണ് ഈ നിങ്ങൾ എന്റെ നാമത്തിൽ 2-3 പേർ കൂടുമ്പോൾ എന്ന് പറയുന്നത്. അതായത് മെത്രാന്മാര് അല്ലെങ്കിൽ നേതൃത്വം തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവിന്റെ നാമത്തിൽ കൂടുന്നെങ്കിൽ, അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക, ഊന്നി പറയാൻ ആഗ്രഹിക്കുക, കർത്താവിന്റെ നാമത്തിലാണ് തീരുമാനമെടുക്കാൻ കൂടുന്നതെങ്കിൽ അവരുടെ മധ്യേ കർത്താവ് ഉണ്ടാകും. തീരുമാനമെടുക്കാൻ കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ, സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങളെ സ്തുതിച്ച് പറയുന്ന മുഖസ്തുതി പാടുന്ന ആളുകൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണെങ്കിൽ, തീരുമാനം എടുക്കാൻ വേണ്ടിയാണെങ്കിൽ കർത്താവ് ഉണ്ടാവില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടാകില്ല. കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ, അതായത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും തങ്ങളെ മുഖസ്തുതി കൊണ്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഉന്നതങ്ങൾക്ക് ഉയർത്തുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ കർത്താവിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കർത്താവിന്റെ നാമത്തിലാണ് തീരുമാനമെടുക്കാൻ കൂടുന്നതെങ്കിൽ ആ തീരുമാനത്തിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടാകും. അല്ലെങ്കിൽ കർത്താവിന് തീരുമാനമാകില്ല. തീരുമാനമെടുക്കാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ സമ്മേളിക്കുന്നതിനെ കുറിച്ചാണ് 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്ന് പറയണേ. അത് പ്രാർത്ഥനയെക്കുറിച്ചല്ല, കുർബാനയെക്കുറിച്ച് ഒട്ടുമല്ല. അച്ഛൻ ഈ തല്ലുണ്ടാക്കാൻ വേണ്ടിയല്ലേ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ കുർബാന ചൊല്ലി. അച്ഛൻ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. 1962 വരെ എല്ലാ സഭകളും, ലത്തീൻ സഭയെ ഉൾപ്പെടെ എല്ലാ സഭകളും ദൈവോന്മുഖമായി പ്രാർത്ഥിച്ചത്, എല്ലാ സഭകളും. അപ്പൊ അത് അപ്പസ്തോലന്മാരുടെ കാലം തൊട്ട് അങ്ങനെയല്ലേ. പിന്നെ 2-ാം വത്തിക്കാൻ സുനോദോസ് ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ജനാഭിമുഖം, ആ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല, അത് ചർച്ച ചെയ്തിട്ടില്ല. അത് 2-ാം വത്തിക്കാൻ സുനോദോസിനെ കുറിച്ച് മാധ്യമങ്ങൾ വന്ന തെറ്റായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സഭയിൽ ആരംഭിച്ചതാണ് ജനാഭിമുഖമെന്ന് ഈ സുനോദോസ് കൈകാര്യം ചെയ്ത് അത് നടത്തിയ ബെനഡിക്ട് മാർപ്പാപ്പ, അദ്ദേഹം ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു അധ്യായം തന്നെ. അത് 2-ാം വത്തിക്കാൻ സുനോദോസിനെ മെത്രാന്മാര് തെറ്റിദ്ധരിച്ചിട്ടാണ്. ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. വത്തിക്കാൻ കുന്നിന്റെ വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്ത ആ കല്ലറയുടെ മുകളിലാണ് മാർപ്പാപ്പ അർപ്പിക്കുന്ന ബലിപീഠം. അത് അങ്ങോട്ടാക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുന്ന് ഇടിച്ചു പൊളിച്ചിട്ടാണ് ഈ വത്തിക്കാൻ ഉണ്ടാക്കിയത്, വത്തിക്കാൻ പ്രദേശം. അപ്പൊ അവിടുത്തെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് മാർപ്പാപ്പ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ ഇപ്പുറത്തെ പറ്റുള്ളായിരുന്നു. അപ്പം ജനത്തിന്റെ മുകളിൽ കൂടി നോക്കുന്ന ഒരു അവസ്ഥ വന്നു. നോക്കുമ്പോൾ ജനാഭിമുഖമാണ്. പക്ഷെ അന്നത്തെ ദൈവശാസ്ത്രം എന്താണ്? മാർപ്പാപ്പയെങ്കിലും കിഴക്കോട്ട് നോക്കി നിൽക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഇങ്ങനെ സാധിക്കുള്ളൂ. അതായത് ജനങ്ങളുടെ അപ്പുറത്ത് നിന്നാലേ കിഴക്കോട്ട് നോക്കി നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ആ ഭൂപ്രദേശം. പക്ഷെ മെത്രാന്മാര് ചെന്നപ്പോൾ കണ്ടത് മാർപ്പാപ്പ ജനാഭിമുഖം നിൽക്കുന്നുവെന്ന് തോന്നി. മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കി നിൽക്കണേ, പക്ഷെ അത് ജനാഭിമുഖമാണെന്ന് വിചാരിച്ചു മെത്രാന്മാര്. എന്നിട്ട് അവര് അവരുടെ രൂപതയിലേക്കൊക്കെ തുടങ്ങാൻ പറഞ്ഞു. ആരുടെയും അനുവാദമില്ലാതെ 2-ാമത്തെ സുനോദോസിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ജനാഭിമുഖം തുടങ്ങിയതെന്ന് ആ സുനോദോസിന്റെ രേഖകളെല്ലാം പരിശോധിച്ച് പെറൂസ് ചെയ്ത ആള് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. അന്ന് അദ്ദേഹം മാർപ്പാപ്പയായിട്ടില്ല. ജോസഫ് റാറ്റ്സിംഗർ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയിൽ മാറ്റം വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലത്തീൻ സഭയിൽ മാറ്റം വരും. ലത്തീൻ സഭ അതിനുള്ള ശ്രമങ്ങൾ നടക്കും. അപ്പോൾ ദൈവോന്മുഖമായിട്ട് കിഴക്കൻ അഭിമുഖമായിട്ടാണ് പ്രാർത്ഥിക്കുക. നീതി സൂര്യനാണ് കർത്താവെന്നാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. കിഴക്കവന്റെ നക്ഷത്രം ഉദിക്കുന്നു. നിങ്ങൾ ഇല്ലേ, ജെറൂസലമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ വരുമെന്നാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. സ്ലേഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായത്തില്. അതുപോലെ നിങ്ങൾക്ക് ലൂക്കാസിനെ സംബന്ധിച്ച് 24-ാം അധ്യായം അവസാനത്തെ ഭാഗം വായിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ആ ക്രിസ്തു സംഭവം നടന്ന സ്ഥലം അവിടേക്ക് നോക്കുന്നതിനെയാണ് കിഴക്കെന്ന് പറയണേ. ഈ നമ്മളുടെ ഉത്ഭവം എവിടെയാണ്? ദൈവശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും ആ ഉത്ഭവത്തിലേക്ക് നോക്കണമെന്നാണ്, ദൈവത്തെങ്കിലേക്ക് നോക്കണമെന്ന്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്ന് മനുഷ്യനായി പാർത്ത ദൈവമാണ്, മരിച്ചു ഉയർത്ത ദൈവമാണ്. അങ്ങനെ ദൈവം വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് നോക്കിയേ പറ്റൂ. മറ്റെല്ലാ ദിശയിലേക്കാളും എല്ലാ ദിശകൾക്കൊക്കെ പ്രാർത്ഥിക്കുന്ന തെറ്റൊന്നുണ്ടായിട്ടല്ല. പക്ഷെ ഈ ദിശയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉത്ഭവത്തിലേക്ക് നമ്മൾ നോക്കുന്നു. പ്രകൃതിയുടെ ദിശയും നല്ലതാണ്. ഉദയസൂര്യൻ, അസ്തമയ സൂര്യനാണ് പടിഞ്ഞാറ്. അത് മരണത്തിന്റെ പ്രതീകമാണ്. ഉദയസൂര്യൻ ജീവന്റെ പ്രതീകമാണ്, പുതിയ ജീവന്റെ പ്രതീകമാണ്. അപ്പോൾ പ്രകൃതിക്കും ദൈവശാസ്ത്രത്തിനും ചേരുന്ന ഒരേ ഒരു ദിശയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് തിരിയാൻ പറയണേ. മറ്റു ദിശകളിലേക്ക് തിരിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇത് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതി ഉള്ളപ്പോൾ അത് ഉപേക്ഷിക്കാൻ പാടുണ്ടോ?
മാത്രമല്ല നമ്മുടെ പള്ളിയിലെല്ലാം ദൈവജനം മുഴുവൻ കിഴക്കോട്ട് നോക്കിയല്ലേ നിൽക്കുന്നത്, ദൈവോന്മുഖമായിട്ടല്ലേ നിൽക്കുന്നത്. ദൈവജനം ദൈവോന്മുഖമായിട്ട് നിൽക്കുന്നേ. അവിടെ ദൈവജനത്തെ നയിക്കേണ്ട വൈദികൻ മാത്രം തല തിരിഞ്ഞു നിൽക്കുന്നു. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ദൈവജനം മുഴുവൻ കിഴക്കോട്ട് നോക്കിയാണ്. ഈ കമ്മനിടം വരുന്ന ആളുകളൊക്കെ കിഴക്കോട്ട് നോക്കി നിൽക്കണം കേട്ടോ. ദൈവോന്മുഖമായിട്ട് അവരൊക്കെ നിൽക്കണേ. വൈദികൻ മാത്രം തല തിരിഞ്ഞു നിൽക്കുന്നു. പിന്നെ ഈ തല്ലും വഴക്കുണ്ടാക്കുന്ന ആരാ? എറണാകുളത്തെ വിമത വൈദികരും മുന്നേറ്റക്കാരും ഷൈജുമാരും, പിന്നെ അവരെ കണ്ണടച്ച് പിന്താങ്ങുന്ന കുറെ ശിങ്കിടികളും. മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു, നിങ്ങളുടെ സഭയുടെ സിനഡ് തീരുമാനിച്ചതനുസരിച്ച് നിങ്ങൾ കുർബാന അർപ്പിക്കണം. ഞാൻ ലത്തീൻകാരനാണ്, ഞാൻ ചൊല്ലുന്ന പോലെ അല്ല, നിങ്ങൾ പൗരത്വ സഭയാണ്. നിങ്ങളുടെ സഭയുടെ തീരുമാനമനുസരിച്ച് എല്ലാവരും സഭ തീരുമാനിച്ചതനുസരിച്ച് സിനഡ് കുർബാന ചൊല്ലണമെന്ന് മാർപ്പാപ്പ 4 വട്ടം പറഞ്ഞു. ആ മാർപ്പാപ്പയെ അനുസരിക്കാതെ മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ മതി എന്നും പറഞ്ഞ് ലത്തീൻകാരനാണ് മാർപ്പാപ്പ എന്നുള്ള കാര്യം പോലും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അറിവില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 35 രൂപയിലും 34 ഇത് ചെയ്തു. അപ്പൊ ചെയ്യാതെ മറതലിച്ച് നിൽക്കുന്ന എറണാകുളത്തെ വിമത വൈദികരും മുന്നേറ്റക്കാരും അവർ ശിങ്കിടികളുമല്ലേ വഴക്കുണ്ടാക്കുന്നത്, വിഭാഗീയതുണ്ടാക്കുന്നത്, ശീഷ്മയുണ്ടാക്കുന്നത്? അതിനെ എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും അതിനെ എതിർക്കാൻ എനിക്ക് കടമയുണ്ട്, എല്ലാ വിശ്വാസികൾക്കും കടമയുണ്ട്, എല്ലാ പുരോഹിതന്മാർക്കും കടമയുണ്ട്. മെത്രാന്മാർക്കാണ് ഏറ്റവും കടമ. പക്ഷെ അവര് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവരവരുടെ വഴിക്ക് വിട്ടേക്ക്, ദൈവം നോക്കട്ടെ അവരുടെ കാര്യം. നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന നമുക്ക് ഈ പ്രബോധനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മളെ ജയിക്കൂ. കാരണം നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണ്. തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണേ. സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിലാണ്. കർത്താവ് ചുമച്ച് കൈമാറി തന്ന ലിറ്റർജിയുടെ വെളിച്ചത്തിലാണ്. അതിനാൽ കർത്താവിനെ വിജയിക്കാൻ പറ്റൂ, കർത്താവിന്റെ തിരുവചനത്തിന് വിജയിക്കാൻ പറ്റൂ. നമുക്കെതിരെ ആരേത് ശക്തി നിന്നാലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അതിനാൽ നമുക്ക് പ്രത്യാശയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും പിന്നെ മാംസവർജനവും മത്സ്യവർജനവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുക. ഈ ജാതികളെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ലാതെ മറ്റൊന്നുകൊണ്ടും നമുക്ക് പുറത്താക്കാൻ കഴിയില്ല. ചുരുങ്ങിയ പക്ഷം നമ്മുടെ ബസിലിക്കയില് ഒരു 90 ദിവസം ആകാൻ പോകും, 3 മാസം ആകാൻ പോവുക. നമ്മൾ കുറച്ചു പേര് അവിടെ കുത്തിയിരുന്ന് വിമത പിശാചുക്കളെ പുറത്താക്കി, ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ചെന്നിരിക്കാന്നുള്ള ചെറിയൊരു ഉപവാസമാണോ? ഈ 3 മാസം ഒരു പള്ളിയിൽ മാറി ചെന്നിരിക്കാന്ന് പറയുന്നത് ചെറിയ ഒരു ഉപവാസമാണോ? ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനേക്കാൾക്ക് വലിയ ഉപവാസമാണത്. ഒരു പ്രായശ്ചിത്തം തപസ്സമാണ്. അതുകൊണ്ട് ഈ പിശാചുക്കളെ എങ്ങനെയായാലും പുറത്താക്കും. നമുക്ക് എങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടിയത് ബസിലിക്കയിൽ ചെന്നിരിക്കാൻ? ദൈവം പ്രചോദിപ്പിച്ചതാണ്. 3 മാസത്തോളം ആകാൻ പോവുകയാണ്. അപ്പോൾ ഈ പിശാചുകളെ പുറത്താക്കുമെന്നതിന്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഞാൻ ബസിലിക്കയിലെ ആളുകൾ ഇരിപ്പിനെ കാണുന്നത്. ഏതായാലും കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. തോമസ് ലീഗ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ നോമ്പ് കാലത്തെ നമ്മുടെ പരിത്യാഗ പ്രവൃത്തികളെല്ലാം ഈ വക പിശാചുക്കളെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നമ്മുടെ ഒരു മറുമരുന്നായിട്ട്, പ്രതിവിധിയായിട്ട് കർത്താവിന് മുമ്പിൽ ചെറുതെങ്കിലും നമ്മുടേതായ ഒരു കൺട്രിബ്യൂഷൻ കർത്താവിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.